എപ്സ്റ്റീൻ ഫയൽസിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിനും ഇളക്കം തട്ടിയിരിക്കുന്നു. രാജപദവികളെല്ലാം നഷ്ടപ്പെട്ട പ്രിൻസ് ആൻഡ്രൂവും ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എപ്സ്റ്റീന്റെ കാമുകി ഗിസ്ലൈൻ മാക്സ്വെൽ ആൻഡ്രൂ രാജകുമാരന്റെ അടുത്ത സുഹൃത്തായിരുന്നു. 1980-കൾ മുതലുള്ള സൗഹൃദം. 1990-ൽ എപ്സ്റ്റീനെയും ആൻഡ്രൂ പരിചയപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2021-ൽ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ലോലിത എക്സ്പ്രസ് എന്ന് വിളിക്കപ്പെടുന്ന എപ്സ്റ്റീന്റെ പ്രൈവറ്റ് എയർക്രാഫ്റ്റിൽ പ്രിൻസ് ആൻഡ്രൂ പലതവണ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. ലോലിത എക്സ്പ്രസ് എന്ന പേര് ചുമ്മാ വന്നതല്ല. ലോലിത എന്ന് വെച്ചാൽ റഷ്യൻ അമേരിക്കൻ നോവലിസ്റ്റായ വ്ളാദിമിർ നബക്കോവ് എഴുതിയ ലോലിത എന്ന നോവലിൽ നിന്നെടുത്തതാണ്. ലോലിത എന്ന നോവലിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ എയർക്രാഫ്റ്റിന് ലോലിത എന്ന് പേര് നൽകിയത് എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. മാക്സ്വെല്ലിന്റെ നേതൃത്വത്തിൽ ലോലിത എക്സ്പ്രസിൽ പലപ്പോഴും സെക്സ് പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനാണോ ആൻഡ്രൂ ലോലിത എക്സ്പ്രസിൽ കയറിയത് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. 2006 മെയ് മാസത്തിലാണ് എപ്സ്റ്റീനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. ആ വാറണ്ട് നിലനിൽക്കെ തന്നെ 2006 ജൂലൈ മാസത്തിൽ ആൻഡ്രൂ രാജകുമാരന്റെ ക്ഷണം സ്വീകരിച്ച് വിൻസോർ കാസിലിൽ തന്റെ മുഖം മറച്ച് ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ എപ്സ്റ്റീൻ എത്തുന്നുണ്ട്. ആൻഡ്രൂ എപ്സ്റ്റീൻ ബന്ധത്തിൽ ഏറ്റവും ക്രൂരമായ സംഭവം നടക്കുന്നത് 2001-ലാണ്. ഓസ്ട്രേലിയൻ അമേരിക്കൻ അഭിഭാഷകയായ വിർജീനിയ ഗിഫ്രെ വെളിപ്പെടുത്തിയ ക്രൂരമായ ലൈംഗിക പീഡനം അത് നടന്നത് 2001-ലാണ്. മാക്സ്വെല്ലിന്റെ ബെൽഗ്രേവിയ വീട്ടിൽ വെച്ച് നടന്ന ലൈംഗികാതിക്രമത്തെക്കുറിച്ചാണ് ഗിഫ്രെ തുറന്നു പറഞ്ഞത്. അന്ന് നിർബന്ധത്തിന് വഴങ്ങി ആൻഡ്രൂ രാജകുമാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു എന്നാണ് ഗിഫ്രെ തുറന്നു പറയുന്നത്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഗിഫ്രെയും ആൻഡ്രൂവും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അതിനുശേഷം മാൻഹാട്ടനിലെ എപ്സ്റ്റീന്റെ ആഡംബര വീട്ടിൽ വെച്ചും അതുപോലെ തന്നെ കുപ്രസിദ്ധമായ ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന പ്രൈവറ്റ് ഐലൻഡിൽ വെച്ചും ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്നാണ് വിർജീനിയ ഗിഫ്രെ തുറന്നു പറയുന്നത്. 2025 ഒക്ടോബർ മാസത്തിലാണ് ആൻഡ്രൂവിന് പ്രിൻസ് പദവി നഷ്ടപ്പെടുന്നത്. ഒരു രാജകുമാരൻ എന്ന പേരിലുള്ള രാജകീയമായ സുഖലോലുപതകളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നിയമത്തിനു മുന്നിലോ ജനങ്ങൾക്ക് മുന്നിലോ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് ഒരിക്കൽ പോലും ആൻഡ്രൂ രാജകുമാരൻ എത്തിയിട്ടില്ല എന്നതാണ് ഇന്നും നമ്മൾ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യം.